ഹായ് ഫ്രണ്ട്സ്, എല്ലാ കൂട്ടരും പുതിയ വീട്ടിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഈ കാണുന്ന വീടുണ്ടല്ലോ, അപ്പോൾ ഈ വീടിൻ്റെ ഏകദേശം ഒരു 18-ാം തീയതിക്കാണ് നമ്മൾ ഇതിൻ്റെ ഹൗസ് വാമിങ് പറഞ്ഞാൽ പാലുകാച്ചൽ കേട്ടോ. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഏകദേശം വർക്കൊക്കെ ഇപ്പോൾ സ്റ്റാർട്ടിങ് നല്ല തിരക്കിലാണ്. ഇപ്പോൾ നല്ല ഒച്ചയും ബഹളമായിരിക്കും, കാരണം ഉള്ളിൽ അധികം പണിക്കാരുണ്ട്. അപ്പോൾ ഇവിടുത്തെ വയറിങ്, സ്വിച്ച് ബോർഡ് വെക്കലൊക്കെ ഒരു ഏകദേശം ആയിട്ട് DB ഡ്രസ്സിങ് കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ഞാൻ അന്ന് വയർ വലിക്കുന്ന സമയത്ത് ഒരു വീഡിയോ ഫുള്ളായിട്ട് ഇടണം എന്ന് വിചാരിച്ചതാണ്. അപ്പോൾ ഒരുപാട് തിരക്കും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് നമുക്ക് ആ വീഡിയോ ഇടാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഈ വീടിൻ്റെ വയറിങ്ങിനെ കുറിച്ചുള്ള കുറച്ച് കാര്യങ്ങളാണ് നമ്മളിതിൽ പറയുന്നത് കേട്ടോ. അപ്പോൾ വീഡിയോ എന്തായാലും നിങ്ങൾ ഫുള്ളായിട്ട് കാണാം. ഇത് ഏകദേശം ഒരു അത്യാവശ്യം വലിപ്പമുള്ള ഒരു വീടാണ്. അപ്പോൾ അതിനുള്ള കുറച്ച് കാര്യങ്ങളും ഇതൊക്കെ ഉണ്ട്, കാർപോസ് കാര്യങ്ങൾ, അതിലേക്ക് EV കാര്യങ്ങളും ഒരുപാട് സംഭവങ്ങൾ, ഔട്ട് ഹൗസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഒക്കെ പാടെ ഉള്ള ഒരു ചെറിയൊരു വീഡിയോ ആയിരിക്കും. അപ്പോൾ എല്ലാവരും ഈ വീഡിയോ ഫുള്ളായിട്ട് തന്നെ കാണാൻ നോക്കട്ടോ. ഫ്രണ്ട്സ്, അപ്പോൾ ഇതിൻ്റെ വയറിംഗ് എന്ന് പറയാനുള്ളത് ഇവിടെ ഏകദേശം 7 DBയോളം വരുന്നുണ്ട് ഈ വീട്ടിൽ. അതേപോലെ തന്നെ 9 RCCB അടക്കം നമ്മൾ ഈ വീട്ടിൽ സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൽ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഇതിൽ വയറിങ്ങിൽ തന്നെ ഒരുപാട് മാറ്റങ്ങൾ വരുത്തിയൊരു സൈറ്റാണിത്. അപ്പോൾ ഇവിടെ ആദ്യം നമ്മൾ വയറിങ്ങും കാര്യങ്ങളൊക്കെ ജസ്റ്റ് പറഞ്ഞുതരാം. ഇവിടെ ടോട്ടൽ വെച്ചിരിക്കുന്ന നേരത്തെ പറഞ്ഞ പോലെ 7 DBയോളം ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇവിടെ 2 DB പറയുന്നത് ഒന്ന് പവർ DB, ഒന്ന് ഇൻവെർട്ടർ DB ആണ്. അപ്പോൾ 2 DB ഇവിടെ തന്നെ നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതേപോലെ ഇതിൻ്റെ ഇവിടെ ഒരു കോട്ടേഡ് വരുന്നുണ്ട്. അതിൻ്റെ ഇവിടെ ഒരു ലൈറ്റിംഗ് ഉള്ളത്, നമ്മൾ പുറത്തെ ലൈറ്റുകൾക്കുള്ള കംപ്ലീറ്റ് DBയും കാര്യങ്ങളൊക്കെ ഇതിലാണ് വരുന്നത് കേട്ടോ. പുറത്തെ ലൈറ്റുകൾക്കുള്ള DB എന്ന് പറയുന്നത് ഈ കാണുന്ന അവിടെ വാളിലും അതേപോലെ അതിൻ്റെ ഉള്ളിലൊക്കെ ഒരുപാട് ലൈറ്റുകളും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അതിൻ്റെ സംഭവമാണ് ഇത് വരുന്നത്. അതിൻ്റെ സ്വിച്ച് ബോർഡും കാര്യങ്ങളൊക്കെ ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ അതിൽ 2 RCB വരും. ഒരു RCB എന്ന് പറഞ്ഞാൽ പുറത്ത് ഔട്ട്ഡോർ ലൈറ്റുകൾക്കും, ഒരു RCB പറഞ്ഞാൽ അതിൽ ഓട്ടോമേഷൻ ഗേറ്റ് വരുന്നുണ്ട്. ആ ഓട്ടോമേഷൻ ഗേറ്റിനും വേണ്ടിയിട്ടാണ് 2 RCB സെറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ 2 RCB അങ്ങനെ സെറ്റ് ചെയ്യാനുള്ള ഒരു കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു ഉദാഹരണത്തിന് നമ്മൾ ഈ പുറത്തെ ലൈറ്റിന് എന്തെങ്കിലും ചെറിയൊരു ട്രിപ്പിങ്ങോ എന്തെങ്കിലും വരികയാണെന്നുണ്ടെങ്കിൽ ഏകദേശം ഒരു പുറത്തെ ലൈറ്റിന് ഏകദേശം 10, 40, 50 ലൈറ്റോളം വരുന്നുണ്ട് ഇവിടെ. അപ്പോൾ ഒരു ട്രിപ്പിംഗ് വരികയാണെന്നുണ്ടെങ്കിൽ എന്താ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഗേറ്റ് ഓട്ടോമേഷൻ തുറക്കാൻ പറ്റില്ല. പുറത്തേക്ക് വരുന്ന ഗേറ്റ് അവിടെ ഓപ്പൺ ആവില്ല. അപ്പോൾ അത് ട്രിപ്പായി കഴിഞ്ഞാൽ നമുക്ക് ബുദ്ധിമുട്ടാണ്. അതാണ് പുറത്തേക്ക് സെപ്പറേറ്റ് ഒരു RCB വെച്ചിട്ട് ഗേറ്റിന് കൊടുത്തിരുന്നത് കേട്ടോ. അപ്പോൾ അതിൻ്റെ സ്വിച്ച് ബോർഡ് ഇവിടെ വെച്ചിട്ടുണ്ട്. അതേപോലെ ഇതിൻ്റെ ഉള്ളിലുള്ളത്, ഈ കാണുന്ന ഉള്ളിൽ നമ്മൾ പുറത്ത് ഔട്ട് ഹൗസ് ആയിട്ട് തന്നെ ഔട്ട്ഡോറിലേക്കുള്ള ലൈറ്റ്, കാരണം ഇതിന്റെ മുകളിൽ കൂടെ ഇങ്ങനെ വയർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ എന്തെങ്കിലും ഷോർട്ടേജ് കാര്യങ്ങളൊക്കെ വരാതിരിക്കാൻ വേണ്ടി അതും കൂടി നമ്മൾ ഇതിൽ ആഡ് ചെയ്തിട്ടാണ് കൊടുക്കുന്നത് കേട്ടോ. അതിൻ്റെ സ്വിച്ച് ബോർഡും കംപ്ലീറ്റും കാര്യങ്ങളൊക്കെ ഇവിടെയാണ് വെച്ചിരിക്കുന്നത് കേട്ടോ. അത് നമ്മൾ കറക്റ്റായിട്ട് ടാപ്പ് അടിച്ച് പൊടിയും കാര്യങ്ങളൊന്നും വരാതിരിക്കാൻ വേണ്ടിയാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ DBയും കാര്യങ്ങളൊക്കെ ഇവിടെ വരുന്നത്. ഇത് ഇൻവെർട്ടർ DB ആണ്. ഇത് ഇൻവെർട്ടർ DB എന്ന് പറഞ്ഞാൽ 2 ന്യൂട്രലിലേക്ക് വരുന്നുണ്ട്. ഈ ഇൻവെർട്ടർ DBയിലാണ് നമ്മൾ കംപ്ലീറ്റ് ഇവിടേക്ക് വരുന്ന. ഇൻവെർട്ടർ DBയിൽ കൊടുത്തിരിക്കുന്നത് എന്തൊക്കെ വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഒരു ബെഡ്റൂമിൽ കൊടുത്തിരിക്കുന്നത് ഒരു ഫാനും അതേപോലെ ഒരു ലൈറ്റും ഒരു സൈഡിലെ സോക്കറ്റും അതേപോലെ ഒരു ബാത്റൂമിലെ ഒരു ലൈറ്റും എക്സോസ്റ്റ് ഫാനാണ് നമ്മളൊരു റൂമിൽ നിന്ന് സെക്ഷൻ ആയിട്ട് വരുന്നത്. അപ്പോൾ അതാണ് ഇൻവെർട്ടർ DBയിലേക്ക് ഒരു റൂമിൽ നിന്നുള്ള സെക്ഷൻ വരുന്നത് കേട്ടോ. ഒരുപാട് ഇത് കൊടുത്തിട്ടില്ല. പിന്നെ അതേപോലെ തന്നെ ഇതിന്റെ ഇവിടെ 2 ലാച്ച് റീലാണ് ഇവിടെ വരും കേട്ടോ. 2 ലാച്ച് റീല എന്ന് പറയുന്നത് അത് പുറത്തെ ലൈറ്റിന് 2 ലാച്ച് റീല സെറ്റ് ചെയ്തിട്ടാണ് ഇത് കൊടുക്കുന്നത്. 2 ലാച്ച് റീല എന്ന് പറയുന്നത് ഒന്ന് നമ്മൾ ഷോ ലൈറ്റിന്, അതായത് പുറത്ത് ഒരുപാട് ഷോ ലൈറ്റുകൾ ഉണ്ടാവുമല്ലോ, അതൊരു ലാച്ച് റീലയിലും അതേപോലെ മാസ്റ്ററിന് ഒരു ലാച്ച് റീലയും. അപ്പൊ നമുക്ക് ബെഡ്റൂമിന്റെ ഉള്ളിൽ വരുന്ന ലാച്ച് റീല എന്ന് പറയുന്നത് ബെൽബുഷ വരിക. ആ ബെൽബുഷിൽ നേരെ അമർത്തി കഴിഞ്ഞാൽ പുറത്തെ ലൈറ്റുകൾ, ഇപ്പോൾ പുറത്ത് ഇപ്പോൾ ഏകദേശം ഒരു 15ഓളം ലൈറ്റ് ഉണ്ടെങ്കിൽ അത് മാത്രം നമുക്ക് ഈ ഇതിൽ അടിക്കും, ലാച്ച് റീലയിൽ വർക്ക് ചെയ്യും. രണ്ടാമത്തെ എന്ന് പറയുന്നത് നമ്മൾ ഷോ ലൈറ്റുകൾ വരുന്നുണ്ടല്ലോ, ആ ഷോ ലൈറ്റുകൾ സെപ്പറേറ്റ് 2 മാസ്റ്ററിൽ വരുന്നത്. 2 മാസ്റ്റർ ഒന്ന് മുകളിലും ഒന്ന് അടിക്കും. അതും സെപ്പറേറ്റ് ബെൽബുഷ് വെച്ചിട്ടാണ് സെറ്റ് ചെയ്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇവിടെ വരുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ ബെഡ്റൂമിൽ കൊടുത്തിരിക്കുന്നതും നേരത്തെ പറഞ്ഞ പോലെ ഇൻവെർട്ടറിന് വരുന്നതും അതേപോലെ നേരത്തെ പറഞ്ഞ പോലെ സ്വിച്ച് ബോർഡിന്റെ കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മൾ വേറൊരു വീഡിയോ ആയിട്ട് പറഞ്ഞുതരാം. കാരണം അതൊക്കെ നമ്മൾ അടച്ച കാരണം കൊണ്ട് നിങ്ങൾക്ക് കാണാൻ പറ്റില്ല. പിന്നെ പറയാനുള്ളത് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ 2 DB ആയി, മൊത്തം ഇവിടുത്തെ ഒരു DB കൂടി 3 DB ആയി. ഇനി ഇതിന്റെ മോൾ ഭാഗം ജസ്റ്റ് കാണിച്ചു തരാം. മോൾ ഭാഗത്തേക്ക് പോകുമ്പോൾ മോളത്തെ DB എന്ന് പറയുന്നത് ഈ ഭാഗത്താണ് വരുന്നത് കേട്ടോ. ഈ മോളത്തെ DBയിലായി 2 ന്യൂട്രലിംഗ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഈ 2 ന്യൂട്രലിംഗ് കൂടി നമ്മളിവിടെ സെപ്പറേറ്റ് വെക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ ടോട്ടല് ഇവിടെ 4 ന്യൂട്രലിംഗ് വരുന്നുണ്ട്. കാരണം ഇൻവെർട്ടറിന്റെ ഇവിടെ മുകളിൽ 2 ബെഡ്റൂമാണ് വരുന്നത്. അപ്പൊ എല്ലാം കൂടെ കൂട്ടിയിട്ട് ഒരു DB തന്നെ വെച്ചിട്ട്, ശരിക്കും പറഞ്ഞാൽ ഒരു 3 ബെഡ്റൂം ഒക്കെ വരികയാണെന്നുണ്ടെങ്കിൽ ഇൻവെർട്ടറിന്റെ ഒരു ചെറിയ DB കൂടി നമുക്ക് ഇവിടെ വേണമെങ്കിൽ ആഡ് ചെയ്യാൻ പറ്റും കേട്ടോ. അതേപോലെ തന്നെ ഇത് തിയേറ്റർ ആണ്. തിയേറ്റർ ലോക്കാട്ടോ, അത് പണി അവിടെ എല്ലാം കഴിഞ്ഞ ശേഷം ലോക്കാക്കി ഇട്ടിട്ടാണ്. അവിടെ ഒരു DB കൂടി വെച്ചിട്ടുണ്ട് കേട്ടോ. അത് എന്തിനാന്നുള്ളത് നമ്മൾ ഒരു വേറെ വീഡിയോയിൽ കാണിച്ചു തരാം, എന്തിനാ അവിടെ DB വെച്ചിരിക്കുന്നത് കേട്ടോ. അപ്പൊ ഇവിടെ സ്വിച്ച് ബോർഡ് ജസ്റ്റ് കാണിച്ചു തരാം. ഇവിടെ സ്വിച്ച് ബോർഡില്ലേ കണ്ടോ, ഇതാണ് ഇവിടുത്തെ സ്വിച്ച് ബോർഡ് എടുത്തിരിക്കുന്നത്. മറ്റേ ലിഗ്രാൻഡിന്റെ നെസ്റ്റിക് എന്ന് പറഞ്ഞ മോഡലിലെ സ്വിച്ച് ബോർഡാണ്. ഇവിടെ ഒരു ക്യാപ്പ് ഇട്ട് അടക്കൂട്ടോ. ഇനി മരത്തിന്റെ വുഡിന്റെ പാനൽ ചെയ്യണം, അത് ചെയ്യുവര്. അപ്പൊ AC-ക്ക് 32 ആമ്പിയറിന്റെ DB സ്വിച്ച് വെച്ചിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഇവിടെയാണ് നമ്മൾ മാസ്റ്റർ സ്വിച്ചിന്റെ ലൈറ്റ് കൊടുത്തിരിക്കുന്നത്. അതായത് ഈ ബെല്ല് അടിച്ചു കഴിഞ്ഞാൽ ലാച്ച് റീല വർക്ക് ചെയ്യും. ഈ ലാച്ച് റീല എന്ന് പറയുന്നത് 2 ലാച്ച് റീല വെക്കാനുള്ള കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്ന് നമ്മൾ പുറത്തു കൂടി കത്തുന്ന ലൈറ്റ്, നേരത്തെ പറഞ്ഞ പോലെ പുറത്ത് ഒരു എന്തെങ്കിലും ഒരു പെട്ടെന്ന് സൗണ്ട് കേൾക്കുകയാണെങ്കിൽ അത് മാത്രം ഇട്ട് കഴിഞ്ഞാൽ, ഈ ബെഡ്റൂമിൽ ഇട്ട് കഴിഞ്ഞാൽ അത് മാത്രമേ കത്തുള്ളൂ. നമ്മളെ പുറത്തു കൂടിയുള്ള ഷോ ലൈറ്റോ കാര്യങ്ങളൊന്നും കത്തില്ല. വെളിച്ചത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ മാസ്റ്റർ ഉപയോഗിക്കുന്നത്. രണ്ടാമത്തെ ഒരു മാസ്റ്റർ എന്തിനാ കൊടുത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിന്റെ മുകളിൽ ഒരുപാട് ഷോ ലൈറ്റുകൾ വരുന്നുണ്ട്. അപ്പൊ ഈ ഷോ ലൈറ്റുകൾ നമുക്ക് രണ്ട് ഫംഗ്ഷൻ നമുക്ക് ഉപയോഗിക്കാം. വേണമെന്നുണ്ടെങ്കിൽ മാസ്റ്റർ ഇട്ട് കഴിഞ്ഞാൽ ഒരു വേറെ ആംബിയൻസിൽ അത് കത്തും. രണ്ടാമത്തെ മാസ്റ്റർ ഇട്ട് കഴിഞ്ഞാൽ അത് വേറൊരു ആംബിയൻസിൽ
കത്തും. രണ്ട് രീതിയിൽ വേണമെങ്കിൽ ഉപയോഗിക്കാം. അപ്പൊ ഒക്കെപ്പാടെ നമ്മൾ ഇതിൽ കൊടുത്തു കഴിഞ്ഞാൽ ഈ മാസ്റ്ററിൽ എല്ലാം പാടെ പിടിച്ച് ലോഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അതെന്താ വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് എക്സ്പെൻസീവ് ആയിട്ട് കറണ്ട് ബില്ല് വെറുതെ വേസ്റ്റ് ആയി പോകും. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ആ മാസ്റ്റർ ഇടുന്ന സമയത്ത് എല്ലാ ലൈറ്റുകളും ഒരുമിച്ച് തെളിഞ്ഞിട്ട് വെറുതെ വേസ്റ്റ് ആകും. ഇപ്പൊ വല്ലപ്പോഴും വല്ല ഗസ്റ്റുകളൊക്കെ വരുന്ന സമയത്തായിരിക്കും മിക്കവാറും ഷോ ലൈറ്റും കാര്യങ്ങളൊക്കെ അധികം ഇവർ ഉപയോഗിക്കാം. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ രണ്ട് മാസ്റ്ററിൽ രണ്ട് ലാച്ചറിയിൽ വെച്ചിട്ട് സെറ്റ് ചെയ്യുന്നത് കേട്ടോ. പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഇവിടെ എല്ലാം വെച്ചിരിക്കുന്ന RCCB നേരത്തെ പറഞ്ഞ 9 RCCB ആണ്. അപ്പോൾ ഒരു മെയിൻ DB-യിൽ വരുന്ന RCCB എന്ന് പറയുന്നത് 3 DB ആണ്. അതായത് ഇതിന്റെ താഴ്ഭാഗത്ത് വെച്ചിരിക്കുന്ന മെയിൻ DB ഉണ്ടല്ലോ, പവർ DB. അപ്പോൾ 3 RCCB വെച്ചിട്ടാണ് സെറ്റ് ചെയ്യുന്നത്. അപ്പോൾ പലർക്കും അറിയാം ന്യൂട്രൽ ഒരു കാരണവശാലും എവിടെയെങ്കിലും ഒരു മാറ്റം വന്നു കഴിഞ്ഞാൽ കംപ്ലീറ്റ് ട്രിപ്പ് ആവുന്നതാണ്. അപ്പൊ അത് നല്ലോണം ശ്രദ്ധിച്ചിട്ടാണ് നമ്മൾ ഇവിടുത്തെ വയറിങ്ങും കാര്യങ്ങളൊക്കെ വലിച്ചിരിക്കുന്നത് കേട്ടോ. അപ്പൊ ഇവിടെ ടോട്ടൽ ഇവിടെ വരുന്നത് 4 ബെഡ്റൂമാണ്. 4 ബെഡ്റൂമും അതേപോലെ തിയേറ്ററും വരുന്നുണ്ട്. തിയേറ്ററും സെപ്പറേറ്റ് ആയിട്ട് വരുന്നുണ്ട് കേട്ടോ. അതേപോലെ ഇതിന്റെ ഔട്ട്ഡോറിൽ വരുന്ന ലൈറ്റുകൾ, ഔട്ട്ഡോറിൽ എന്ന് പറഞ്ഞാൽ പുറത്ത് ഭാഗത്ത് വരുന്ന ലൈറ്റുകൾ ഉണ്ടല്ലോ. അപ്പോൾ നമ്മൾ ഇവിടെ ഒരു ഫുഡ് ലാമ്പ് പോലത്തെ ലൈറ്റുകളാണ് കംപ്ലീറ്റ് ഇവിടെ സെറ്റ് ചെയ്ത് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അതെന്താ വെച്ചാൽ സെപ്പറേറ്റ് ഇതിന് തന്നെ പുറത്തേക്ക് വേണമെങ്കിൽ RCCB സെപ്പറേറ്റ് ആണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. അതാണ് ഒരു RCCB യുടെ അഡീഷണൽ ആയിട്ട് ആഡ് ചെയ്ത് വന്നിരിക്കുന്നത്. കാരണവശാൽ എന്തെങ്കിലും ലൈറ്റിലേക്ക് എന്തെങ്കിലും ഡാമേജ് വരിക അങ്ങനെയൊക്കെ വരുന്ന സമയത്ത് ഈ മതിലിന്റെ ഫില്ലർ കൂടിയൊക്കെ ലൈറ്റുകളുണ്ട്. ഈ കാണുന്ന ഫില്ലർ ഉണ്ടോ, ഇതിൽ കൂടിയൊക്കെ ലൈറ്റുകളുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ വരുന്ന സമയത്ത് നമ്മൾ അതിനാണ് സെപ്പറേറ്റ് RCCB ചെയ്തിട്ട് അവിടെ DB വെച്ച് കൊടുക്കുന്നത് കേട്ടോ. അത് ട്രിപ്പിംഗ് അങ്ങനെ ആവുകയാണെന്നുണ്ടെങ്കിൽ വീട്ടിലെ മൊത്തം കറണ്ട് അവിടെ പ്രശ്നം വരില്ല. ഇവിടെ എന്തെങ്കിലും ഡാമേജ് വരികയാണെങ്കിൽ മാത്രമേ പ്രശ്നം വരുള്ളൂ. പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, പുറത്തോ 2 or 3 ലൈറ്റൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ സെപ്പറേറ്റ് ആക്കി RCCB ചെയ്യേണ്ട ആവശ്യമില്ല. ഒരുപാട് ലൈറ്റുകൾ ഉണ്ടെങ്കിൽ മാത്രമേ അങ്ങനെ ചെയ്യേണ്ട ആവശ്യമുള്ളൂ കേട്ടോ. ഇവിടെ കാർ പൗച്ച് വരുന്നത്, ഇവിടെ ഒരു EV വരുന്നുണ്ട്. അപ്പോൾ അതിലേക്കുള്ള DB ആണ് അവിടെ വെച്ചിരിക്കുന്നത് കേട്ടോ. ഈ DB ഉണ്ടോ, അതൊരു 12 വരെ DB വെച്ചിട്ട് അതിൽ 10ന്റെ 4 ലെയർ വരുന്ന, അതായത് 4 ലെയർ വരുന്ന ഒരു UG കേബിൾ ഇട്ടിട്ടാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതിനുള്ള കേബിളും കാര്യങ്ങളൊക്കെ അവിടെ കൊടുത്ത് നിർത്തിക്കും കേട്ടോ. അപ്പോൾ അതിന്റെ സെപ്പറേറ്റ് പ്ലേറ്റ് എർത്തിങ്ങും കാര്യങ്ങളൊക്കെ ബാക്കിൽ ചെയ്തിട്ടുണ്ട്. അത് ജസ്റ്റ് കാണിച്ചു തരാം. അപ്പോൾ അതിന്റെ പ്ലേറ്റ് എർത്തിങ് പറയുന്നത് ഒരു പ്ലേറ്റ് എർത്തിങ് ഇവിടെ വരുന്നുണ്ട്. ഇത് നമ്മൾ സെപ്പറേറ്റ് ആയിട്ടേ ഇതിന് നമ്മൾ ചാമ്പർ ഉണ്ടല്ലോ അതിനെ വെച്ചിട്ട് നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒരു പ്ലേറ്റ് എർത്തിങ് അവിടെ, ഒരു പ്ലേറ്റ് എർത്തിങ് ആ ചാക്ക് ആ കവർ ഇട്ടുണ്ടല്ലോ അവിടെ ആ ഭാഗത്ത് വരുന്നത് കേട്ടോ. അപ്പോൾ അങ്ങനെയാണ് 2 പ്ലേറ്റ് എർത്തിങ് ആണ് ഈ വീട്ടിൽ ഈ DB-ന്ന് വരുന്നത്. അതേപോലെ തന്നെ ഇനിയുള്ളത് SPD-ക്കും അതേപോലെ മീറ്റർ ബോർഡിന്റെ അവിടെ ഇത് വരുന്നുണ്ട്. പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഇവിടുത്തെ ഈ വീട്ടിൽ ഒരു കാരണവശാലും ഇതിന്റെ മേലെ കൂടി കേബിളോ കാര്യങ്ങളോ അല്ലെങ്കിൽ KSE-യുടെ വയറോ കാര്യങ്ങളൊന്നും കാണില്ല. അതിന് സെപ്പറേറ്റ് ആയിട്ട് അവിടെ ഒരു ഷെഡ് കെട്ടണുണ്ടോ, ആ ഷെഡിലാണ് വരിക. അതിനൊക്കെ നമ്മൾ അണ്ടർഗ്രൗണ്ട് കൂടി ഫുള്ള് UG കേബിൾ, കോപ്പറിന്റെയാണ് കംപ്ലീറ്റ് UG കേബിൾ ഇട്ടിരിക്കുന്നത് കേട്ടോ. അപ്പോൾ അത് അണ്ടർഗ്രൗണ്ട് വഴി കംപ്ലീറ്റ് നമ്മൾ കൊടുന്ന് നിർത്തിയിട്ട് അവിടെ കൊടുന്നൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അത് ആ സൈഡ് ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ ഇവിടെ നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് അതിൻ്റെ ഉള്ളിൽ കൊടുന്ന് നിർത്തിയിട്ടുണ്ട് കേട്ടോ. കാരണം അതൊക്കെ പുറത്തെ മീറ്റർ ബോർഡിന് വരിക, നമ്മൾ വീടിൻ്റെ ഉള്ളിൽ കയറ്റിയിട്ടില്ല. വീടിൻ്റെ ഉള്ളിലത്തെ മാത്രമേ കയറ്റിയിട്ടുള്ളൂ. അപ്പോൾ ഇവിടെ 25ന്റെ ഒരു UG കേബിൾ ഇവിടെ കാണണോ, ഈ കാണുന്ന ഇവിടുന്ന് അവിടെ കുറെ UG കേബിളുകൾ വന്ന് നിൽക്കുന്നുണ്ടോ. ഇപ്പോൾ 25ന്റെ UG കേബിൾ നമ്മൾ ഇവിടുന്ന് നേരെ കയറ്റിയിട്ട് അതിൻ്റെ ഉള്ളിൽ കൊണ്ടുപോയി കേട്ടോ. ഇവിടെ കാണുന്ന കേബിളുകളുണ്ടോ, ഇതൊക്കെ UG കേബിൾ 2.5ന്റെ 2 ലെയർ 4 ലെയർ 3 ലെയർ ഒക്കെ വരുന്നതാണ്. ഓട്ടോമേഷൻ ഗേറ്റ് കാര്യങ്ങളൊക്കെ വരുന്നതാണ്. ഇവിടെ ഒരു സിൻഡെക്സ് ബോക്സ് വരും. അതിൽ ഈ കണ്ട വയറുകളെല്ലാം ഇവിടെ കണ്ടർ വെച്ച് കണക്ട് ചെയ്യും. ആ വയറുകളൊക്കെ ആണ് നമ്മൾ ഈ ഓരോ ബോക്സിൽ ഇവിടെ സിൻഡെക്സ് ബോക്സ് വെച്ചിട്ടുണ്ടോ അവിടെ വരുന്നുണ്ട്. ആ ഭാഗത്ത് UG കേബിൾ വരുന്നുണ്ട്. അതിലൊക്കെ നമ്മൾ കണക്ട് ചെയ്തിട്ട് ആണ് ചുമരിലേക്ക് വയറിട്ട് കണക്ട് ചെയ്ത് കേട്ടോ. പിന്നെ ഇവിടെ നിങ്ങൾക്ക് ലൈറ്റ് വരുന്നുണ്ട്. ഈ സൈഡിലൊക്കെ ലൈറ്റ് കണ്ട് കവർ ചെയ്ത് പോകുന്നുണ്ട്. അവിടെ ഒരു ഔട്ട് ഹൗസ് വരുന്നുണ്ട്. അപ്പോൾ ആ ഔട്ട് ഹൗസിലേക്ക് ഒരു 10 വരുന്ന DB വെച്ചിട്ട് അതിലേക്ക് നമ്മൾ സെപ്പറേറ്റ് ഒരു UG കേബിൾ ഇട്ടിട്ടുണ്ട് കേട്ടോ. 4ന്റെ UG കേബിൾ ഇട്ടിട്ടുണ്ട്. ഈ കാണുന്ന UG കേബിൾ കംപ്ലീറ്റ് നമ്മളെ ഈ കാണുന്ന മീറ്റർ ബോക്സിന്റെ ഉള്ളിലേക്കാണ് കൊണ്ടുവന്നത് കേട്ടോ. മീറ്റർ ബോക്സ് അല്ല, ഇലക്ട്രിക്കൽ റൂമിന്റെ ഉള്ളിലേക്കാണ് കൊടുക്കുന്നത്. ഇതൊരു ഇലക്ട്രിക്കൽ റൂമാണ്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിലാണ് നമ്മൾ ഇനി ഇതിന്റെ ഡിസൈൻ ചെയ്തിട്ടില്ല. പാനൽ ബോർഡ് ആണ് മിക്കവാറും വരിക. പാനൽ ബോർഡും കാര്യങ്ങളും അതേപോലെ സോളാറിന്റെ ഒരു മീറ്ററും വരും. സോളാറിന്റെ മീറ്ററിന് നമ്മൾ 10ന്റെ വയറ് കാണുന്ന സോളാറിന്റെ മീറ്ററിലേക്ക് പോകുന്ന വയർ കേട്ടോ. ഇത് നമ്മളെ വീട്ടിലേക്ക് ഇട്ടിരിക്കുന്ന മെയിൻ UG കേബിൾ വരുന്നത് ഇതായി കാണുന്നതാണ്. നമ്മുടെ വീട്ടിലേക്ക് ഇട്ടിരിക്കുന്ന മെയിൻ UG കേബിൾ കേട്ടോ. 25ന്റെ 10ന്റെ അത് പറഞ്ഞ സോളാറിന്റെ, അതേപോലെ തന്നെ ഇത് പറഞ്ഞത് നമ്മൾ EV-ക്കുള്ളത് 10ന്റെ കേട്ടോ. അങ്ങനെയാണ് നമ്മൾ ടോട്ടലായിട്ട് ഈ 3 സോളാറിന്റെ 3 UG കേബിൾ ഇട്ടിരിക്കുന്നത്. പിന്നെ അതേപോലെ തന്നെ ഇത് ഔട്ട് ഹൗസിലേക്ക് വന്ന 4ന്റെ വയറാണ്. ടോട്ടൽ 4 UG കേബിളാണ് നമ്മൾ ഈ സൈഡിലേക്ക് സെറ്റ് ചെയ്ത് വന്നിരിക്കുന്നത്. പിന്നെ അതേപോലെ തന്നെ ഈ 2 കേബിളാണോ, ഇത് നമ്മൾ നെറ്റ്വർക്കിന്റെയും അതേപോലെ നെറ്റ്വർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ TV-യിലേക്കുള്ള കണക്ഷൻ കാര്യങ്ങളൊന്നും ഫ്രണ്ടിൽ കൂടി കാണാതിരിക്കാൻ വേണ്ടിയിട്ട് അതും ഇതേപോലെ തന്നെ സെപ്പറേറ്റ് ആയിട്ട് ഇതിനുള്ളിൽ കൊടുന്ന് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. കാരണം അതിന്റെ മേലെ കൂടി പോസ്റ്റ് കൂടി ഈ വയർ വന്ന് നിൽക്കുക പറഞ്ഞാൽ വൃത്തിയിടല്ലേ. അപ്പോൾ അതാണ് കംപ്ലീറ്റും ഇതിൻ്റെ ഉള്ളിലേക്ക് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ സോളാറിന്റെ ഈ കാണുന്ന ഇതുണ്ട്, സോളാറിന്റെ അതിന്റെ ഇൻവെർട്ടറും അതേപോലെ അതിന്റെ പാനലും കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുന്ന് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ എന്ന് വെച്ചാൽ ഇതിന്റെ അവിടെ നിന്ന് നമ്മളൊരു UG കേബിൾ എടുത്തിട്ട് അവിടെ നിർത്തി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ അത് കണക്ട് ചെയ്യാണ്ട് കാണുന്ന മുകളിലാണ് സോളാർ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് കേട്ടോ. പിന്നെ എന്തൊരു കാര്യം വെച്ചാൽ നമ്മൾ വീടിന്റെ ഉള്ളിൽ RCB ട്രിപ്പ് ആയി കഴിഞ്ഞാൽ ഇപ്പം എന്തെങ്കിലും കാരണവശാൽ അവർ ഓഫാക്കി പോയാലും ട്രിപ്പ് ആക്കി എന്തെങ്കിലും ആയി കഴിഞ്ഞാൽ ഈ പുറത്ത് നിൽക്കുന്ന സെക്യൂരിറ്റി പറഞ്ഞാൽ അവർക്ക് ഇത് ഓപ്പറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഓരോ റൂമിലും ഓരോ ഇതിന്റെ ഉള്ളിലും DB സെപ്പറേറ്റ് ആക്കി വെച്ചിരുന്നത്. അവിടെ കാർപോസിന്റെ ഉള്ളിലുണ്ട്, അവിടെ DB വരുന്നുണ്ട്. ഇതൊക്കെ ഇവിടുന്ന് ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ അവർക്കത് ഉപയോഗിക്കാനും ഒന്നുകൂടി ഈസി ആയിരിക്കും കേട്ടോ. നമ്മളെ പുറത്തെ മതിലിലെ ഫില്ലറിലെ ലൈറ്റ് അതേപോലെ
ഫില്ലറിൽ ലൈറ്റുകൾ വരുന്നുണ്ട്. അതേപോലെ നമ്മൾ ഈ ടൈൽസ് വരുന്ന ഭാഗം കണ്ടാവും, അവിടേക്ക് നമ്മൾ ലൈറ്റിന്റെ പോയിന്റുകൾ ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞിട്ട് നല്ല രീതിയിൽ നമ്മൾ വയറിംഗ് കഴിഞ്ഞിട്ട് ഇതിന്റെ RCCB സെറ്റിംഗ്, MCB സെറ്റിംഗ് കാര്യങ്ങളൊക്കെ നമ്മൾ ഡീറ്റെയിൽസ് ആയിട്ട് നമ്മുടെ വീഡിയോയിൽ നമുക്ക് കാണിച്ചു തരുന്നതാണ്. അപ്പോൾ ഒരു ഇങ്ങനത്തെ ഹെവി വർക്ക് വരുന്ന സമയത്ത് നിങ്ങൾക്ക് സിമ്പിൾ ആയിട്ട് ഇതേപോലെ ചെയ്യാൻ പറ്റുന്നതാണ് കേട്ടോ. പിന്നെ സാധാരണ ഒരു വീട്ടിൽ നമുക്ക് ഇങ്ങനെ ചെയ്യാൻ പറ്റില്ല, കാരണം സാധാരണ വീട്ടിൽ നമുക്ക് ഇത്രയധികം പോയിന്റോ കാര്യങ്ങളൊന്നും വരുന്നതല്ല. അപ്പോൾ ഇത്രയും പോകുന്ന ഹെവി വർക്ക് വരുമ്പോൾ നമ്മളനുസരിച്ചിട്ട് മാറ്റങ്ങൾ വരുത്തേണ്ടതാണ്. മാറ്റങ്ങൾ വരുത്തേണ്ടത് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിലിപ്പോൾ ഞങ്ങൾക്ക് ഇതിലിപ്പോൾ ഇലക്ട്രിക്കിന്റെ പ്ലാൻ വന്നിട്ടുണ്ടായിരുന്നു. ഇലക്ട്രിക്കിന്റെ പ്ലാൻ വരുന്ന സമയത്ത് ഞങ്ങൾക്ക് മെയിൻ DB തന്നെ ഏകദേശം 3 RCBയും അതേപോലെ തന്നെ ഈ കാർ പൗച്ച് അല്ല അവിടെ ഇൻവെർട്ടറിന് സെപ്പറേറ്റ് RCBയും പറഞ്ഞിട്ടാണ് പ്ലാൻ തന്നിട്ടുണ്ടായിരുന്നത്. ഓൾറെഡി നമ്മളിപ്പോൾ ഒരു 1000-ന് മേലെ 1000-ന്റെ ഉള്ളിൽ വരുന്ന എല്ലാ വീടുകളിലും ഇൻവെർട്ടറിന് RCB സെറ്റ് ചെയ്ത് കൊടുക്കാറുണ്ട്. ചെറിയ വീടുകളിലൊന്നും എക്സ്പെൻസ് കൂടുതലായതുകൊണ്ട് ഇൻവെർട്ടർ സെപ്പറേറ്റ് നൂട്ട് വലിക്കുമ്പോൾ കുറച്ച് എക്സ്പെൻസ് കൂടുതലായിരിക്കും. അവിടെ ഇൻവെർട്ടർ അധികം ആരും വെക്കാറില്ല. അപ്പോൾ നമ്മളിപ്പോൾ പുതിയ ചെയ്യുന്ന എല്ലാ വീട്ടിലും ഒരു 2 വർഷത്തോളമായിട്ടും നമ്മൾ ഇൻവെർട്ടറിന് RCB സെറ്റ് ചെയ്തിട്ടാണ് വയറിംഗ് ചെയ്യാറ്. അപ്പോൾ ഇപ്പോഴും ഇത് ചിലപ്പോൾ ഈ വീഡിയോയിൽ ഒരുപാട് കമന്റുകൾ വരും, എന്തിനാണ് ഇത്രത്തോളം RCB സെറ്റ് ചെയ്തിരിക്കുന്നത്, എന്തിനാണ് ഇത്രത്തോളം DB സെറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ വീട്ടിലുള്ള ഉപയോഗങ്ങൾക്ക് വേണ്ടിയിട്ടൊക്കെ തന്നെയാണ് നമ്മളിവിടെ അതേപോലെ DBകളും കാര്യങ്ങളൊക്കെ കൊടുത്തിരിക്കുന്നത്. ഇതിനൊക്കെ ശരിക്കും പറഞ്ഞാൽ ഓരോന്നിനും ഓരോ ഇലക്ട്രിക്കൽ ഡ്രോയിങ് ഉണ്ട്. ആ ഡ്രോയിങ് പ്രകാരം തന്നെ നമ്മൾ വയർ ചെയ്തിരിക്കുന്നത്. എക്സ്ട്രാ നമ്മൾ ചെയ്തിരിക്കുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പുറത്ത് വരുന്ന RCBയും അതേപോലെ ഗേറ്റ് ഓട്ടോമേഷനിലുള്ള RCB മാത്രമാണ് നമ്മൾ അഡീഷണൽ ആയിട്ട് ഒരു RCB സെറ്റ് ചെയ്ത് കയറ്റിയിരിക്കുന്നത് കേട്ടോ. പിന്നെ DBയിലേക്കൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ മീറ്റർ ബോർഡ് അവിടെ കാർ പൗച്ച് EVയിലേക്ക് വരുന്നത് സെപ്പറേറ്റ് RCB എന്താ കയറ്റാൻ കാരണം വെച്ച് കഴിഞ്ഞാൽ വീടിന്റെ ഉള്ളിൽ നിന്ന് കൊടുക്കുമ്പോൾ ഇതേ ഈ പ്രശ്നം കാരണം കൊണ്ട് പുറത്ത് എന്തെങ്കിലും ട്രിപ്പിങ്ങോ കാര്യം ഇതിനുള്ളിൽ ട്രിപ്പ് ആയി കഴിഞ്ഞാൽ അവർക്ക് എങ്ങനെയും ചാർജിങ് ചെയ്യാൻ സമയത്ത് ഇടങ്ങാറാണ്ട് വെച്ചിട്ടാണ് അവിടെ DBയിൽ നമ്മൾ RCB സെറ്റ് ചെയ്തത്. കാരണം അങ്ങനെ DBന്റെ ഉള്ളിൽ കയറ്റിയാണെങ്കിൽ എന്താ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ അപ്പോഴും അവിടെ UG കേബിളിന് കേജ് കൂട്ടലും അപ്പോൾ കുറച്ചും കൂടി എക്സ്പെൻസ് കൂടും. അതുകൊണ്ടാണ് നമ്മൾ ഈ സെപ്പറേറ്റ് ആയിട്ട് ഇതിന്റെ ഉള്ളിലേക്ക് തന്നെ ഈ മീറ്റർ ബോർഡിന്റെ ഉള്ളിലേക്ക് തന്നെ നമ്മളെല്ലാം കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഇവിടെയാണ് അതിൽ മീറ്റർ ബോർഡും കാര്യങ്ങളൊക്കെ വരിക. നമ്മൾ പോസ്റ്റിന്റെ അടുത്ത് തന്നെ ഇത് കെട്ടിയിരിക്കുന്നത്. അപ്പോൾ ഇനി ഇതിലേക്ക് അവിടെ നമ്മൾ ABC കേബിൾ കൊടുക്കുന്ന നേരെ ഈ പാനൽ ബോർഡിലേക്ക് കയറ്റും കേട്ടോ. അപ്പോൾ അത് കയറ്റുന്ന സമയത്തും കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മൾ വീഡിയോസ് കാണിച്ചു തരാം. അപ്പോൾ ഏകദേശം നമുക്കൊരു കിട്ടുന്ന ഒരു ദിവസം എന്ന് പറയുന്നത് 15 ദിവസമാണ്. ഈ 15 ദിവസം കൊണ്ട് നമുക്ക് ഇതിന്റെ എല്ലാ ലൈറ്റ് ഫിറ്റിംഗ്സും കാര്യങ്ങളൊക്കെ കഴിക്കണം എന്നാണ് ഫ്രണ്ട്സ്. അപ്പോൾ ഏകദേശം ഇനി ഒരു കസ്റ്റ് ഒരു 15 ദിവസത്തോളം ഉണ്ട് നമുക്ക് ഈ വീടിന്റെ ഹൗസ് വാമിങ് പറഞ്ഞാൽ പാല് കാച്ചൽ കേട്ടോ. അപ്പോൾ 15 ദിവസം പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് 15 ദിവസം വരെ വെയിറ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ കുറച്ച് നൈറ്റും കാര്യങ്ങളൊക്കെ നിന്നിട്ട് നമ്മൾ ഈ വർക്ക് തീർക്കുന്നതാണ്. അപ്പോൾ ഈ വീടിന്റെ കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മൾ നേരത്തെ വീഡിയോയിലൊക്കെ പറഞ്ഞതാണ്. അപ്പോൾ ഇനി DB ഡ്രസ്സിങ് കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മൾ വേറെ വീഡിയോയിൽ പറയാം. പിന്നെ പലരും പല അഭിപ്രായങ്ങളായിട്ട് വരാം, കാരണം ഓരോരുത്തരും ഓരോ രീതിയിലുള്ള വയറിംഗ് ആയിരിക്കും. പക്ഷെ നമ്മൾ ഒരു വലിയൊരു വീടൊക്കെ ആണെങ്കിൽ എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തെന്നായാലും ഇങ്ങനത്തെ വർക്കൊക്കെ ചെയ്യുമ്പോൾ നല്ലതാണ്. കാരണം ഒരുപാട് ചെറിയ വീടുകളിലൊന്നും ഇത് ചെയ്യേണ്ട ആവശ്യമില്ല. കുറച്ച് അത്യാവശ്യം വലിപ്പമുള്ള വീടുകളിൽ ഇതിനേക്കാളും വലിയ വീടുകളിൽ ഇതിനേക്കാളും ടെക്നോളജിയുടെ വയറിംഗ് ആയിരിക്കും. ചിലപ്പോൾ ഫുള്ളി ഓട്ടോമേഷൻ വരുന്ന സമയത്ത്, ഇപ്പോൾ ലൈറ്റുകളൊക്കെ ഫുള്ളി ഓട്ടോമേഷൻ വരുന്ന സമയത്ത് നമുക്ക് ഈ പറഞ്ഞ പോലെ സെപ്പറേറ്റ് ആയിട്ട് DB വെച്ച് കണക്ട് ചെയ്യണം. അതിൽ നമ്മൾ ഈ പ്രൊഫൈലിന് വെക്കുന്ന ഡ്രൈവുകളൊക്കെ നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് ഒരു ഭാഗത്തേക്ക് കൊടുത്തിട്ടാണ് സെറ്റ് ചെയ്യാൻ പോകുന്നത്. അതൊക്കെ നമ്മൾ വീഡിയോയിൽ കറക്റ്റ് ആയിട്ട് കാണിച്ചു തരുന്നതായിക്കോട്ടോ. അപ്പോൾ നമ്മളെ ചാനൽ എന്തായാലും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിരാം. അപ്പോൾ എന്തായാലും അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ ഹാരിസ്.